ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പദ്ധതിയുമായി ഇസ്രയേൽ രംഗത്ത് വന്നു. മധ്യസ്ഥരായ ഖത്തർ ഹമാസിനെ വിവരം അറിയിച്ചു എന്ന് വാർത്ത വരുന്നു. വളരെ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. എന്തായാലും അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് തലയൂരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇസ്രായേലിന് ഇത് പെട്ടെന്ന് നിർത്താനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് പാലസ്തീനോടോ അല്ലെങ്കിൽ ഹമാസിനോടോ ഒന്നും പ്രത്യേക താല്പര്യമുണ്ടായിട്ടല്ല. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വർഷമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്നതിനെതിരെ അമേരിക്കയിലെ സർവേകളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ചെറുപ്പക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ വല്ലാത്ത കലാപം നടന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ടവരാണ് അവിടുത്തെ ന്യൂനപക്ഷമായ ഇസ്ലാം മതവിശ്വാസികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോ ബൈഡന് മേൽ വല്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. അതിനിടയിലാണ് ഇസ്രായേൽ ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നു എന്ന് ഇസ്രായേൽ അല്ല പറയുന്നത് പ്രസിഡന്റ് ജോ ബൈഡനാണ്. US പ്രസിഡന്റ് പറയുന്ന ഇസ്രായേലിൻ്റെ പദ്ധതി ഖത്തർ വഴി, ഖത്തറും അമേരിക്കയൊക്കെ ഇടപെട്ട് അത് ഹമാസിനും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനം കാത്തിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടയക്കാം, അതിനു മുമ്പായിട്ട് ഈ യുദ്ധം താൽക്കാലികമായി 6 ആഴ്ചത്തേക്ക് നിർത്തണം, പകരം ആയിട്ട് പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെയൊക്കെ തടവുകാർ ഇസ്രായേലി ജയിലിലുണ്ട്, അവരെ വിട്ടയക്കണം. തുടർന്ന് ബന്ദികളെ വിട്ടയക്കാം, ബന്ദികളെ വിട്ടയക്കണം. അതിൻ്റെ മുറയ്ക്ക് പിന്നീട് അതിർത്തിയിൽ നിന്ന് ഗസയിലെ വളരെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാം എന്നുള്ള തരത്തിലാണ് ഇതുള്ളത്. അവസാനം 3ാമത്തെ സ്റ്റെപ്പിൽ ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള പ്രപ്പോസലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഹമാസ് ഇത് അംഗീകരിക്കുമെന്ന് അറിയില്ല. ഹമാസ് പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ യാതൊരു തരത്തിലുള്ള വെടിനിർത്തലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിനോ തയ്യാറല്ല എന്നാണ് ഹമാസ് എടുത്തിരുന്ന നിലപാട്. എന്തായാലും ഇസ്രായേൽ അവരുടെ കൂട്ടക്കുരുതി തുടരുകയാണ് എന്ന് മാത്രമല്ല, ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിംഗ് നടന്നു, ഇസ്രായേലി ടാങ്കുകൾ കയറി, ഒരുപാട് പേർ കൊല്ലപ്പെട്ട എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ജോ ബൈഡൻ നടത്തിയ ഈ പദ്ധതി ഖത്തറാണ് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. ഖത്തറും ഈജിപ്തും പലതവണ മീഡിയേഷൻ നടത്തിയതാണ്, എല്ലാം പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഇത്തവണ ചെറിയ പ്രതീക്ഷ ഉണർന്നിട്ടുണ്ട്. കാരണം ഇസ്രായേൽ കൂടി മുന്നോട്ട് വെച്ച പദ്ധതി പുറത്തു വന്നിരിക്കുന്നു. ഇതുവരെ ഹമാസ് വെച്ച പദ്ധതി ഇസ്രായേൽ തള്ളുകയായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പുതിയൊരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇതിനിടയിൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാന് ആയുധമണിക്കുന്നു ചൈന, അതേപോലെ പ്രതിരോധ ഉപകരണങ്ങളൊക്കെ നൽകി എന്ന രീതിയിൽ വാർത്ത, അതേപോലെ ഡ്രോണുകളൊക്കെ എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ വാർത്തയല്ലത്. പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ വരുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ചൈനയും പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ രഹസ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കാശ്മീരിന് സമീപം സ്റ്റീൽ ബങ്കറുകൾ നിർമ്മിച്ച് നൽകിയത് ചൈനയാണ്. സ്റ്റീൽ ബങ്കറുകൾ നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോണുകൾ, ആളില്ല വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഏറ്റവും അത്യാധുനികമായിട്ട് ചൈനയുടെ കൈവശമുള്ള റഡാർ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വെച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരുക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നു ചൈന. ഇത്തരം വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ അത് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിർത്തിയിൽ ജമ്മു കാശ്മീർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഭീകരപ്രവർത്തകർ കയറുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കാര്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾ വരെ, രഹസ്യ സംവിധാനങ്ങൾ വരെ ഏർപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ന്യൂയോർക്ക് കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സഹതാപ തരംഗമുണ്ടാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പി ജെയിംസ് വീണ്ടും ചേരുന്നു മോർണിംഗ് ഷോയിൽ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി ജെയിംസ്. താങ്ക് യു ഈ ഡൊണാൾഡ് ട്രംപ് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അമേരിക്കയുടെ 244 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട് പ്രസിഡന്റായ ഒരാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മീഡിയയിൽ വലിയ ചർച്ചകളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും രംഗത്ത് വന്നിരിക്കുന്നു. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ മകൾ ഇവാങ്ക ട്രംപ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ജാവേദ് കുഷ്ണർ അടക്കമുള്ള ആൾക്കാരൊക്കെ തിരിച്ചെത്തി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സഹതാപ തരംഗം
അദ്ദേഹം പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി ജോ ബൈഡന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഗൂഢപദ്ധതിയാണിതെന്നുള്ള വാദം വരുന്നു. എന്തായാലും തിരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി കുറ്റവാളിയായ മുൻ പ്രസിഡന്റ് മത്സരിക്കരുത് എന്ന വാദം ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത രീതിയിൽ ചർച്ചകൾ നിറയുകയാണ്. പ്രത്യേകിച്ച് രതിചിത്ര നടിയായിട്ടുള്ള സ്റ്റോമി ഡാനിയൽസിന് ഹഷ് മണി എന്നുള്ള രീതിയിൽ $130,000 തൻ്റെ വക്കീലായിട്ടുള്ള മൈക്കൽ കോഹൻ വഴി കൊടുത്തു. അത് ബിസിനസ് രേഖകളിൽ അതിൽ കൃത്രിമമുണ്ടാക്കി. ഇത് വല്ലാത്ത കുറ്റമായിട്ട് കണ്ടാണ് 34 കേസുകളിലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ജൂലൈ 11-ാം തീയതി അതിൻ്റെ വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോഴാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ നടക്കുന്നത്. അതാണ് എൻ്റെ ഒരു നിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സംശയമൊന്നുമില്ല. കാരണം ജയിലിൽ കിടന്നാലും അദ്ദേഹത്തിന് മത്സരിക്കാമെന്നാണ് ഭരണഘടന പറയുന്നത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ജയിലിലായാൽ ജയിലിൽ കിടന്ന് വോട്ട് ചെയ്യാനാവാതെ മത്സരിക്കുന്ന ഒരു പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറുമെന്നൊക്കെ എക്സ്പേർട്സ് പറയുന്നുണ്ട്. എന്തായാലും ട്രംപ് പിൻവാങ്ങുന്നില്ല. ജോ ബൈഡൻ്റെ പാർട്ടി അതിശക്തമായിട്ടുള്ളതായിട്ട് മുന്നോട്ട് വരുന്നു. നവംബർ 15-നാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ്. നവംബർ 15 ജനവിധിയോടെ കോടതി വിധിയെ ഞങ്ങൾ നേരിടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ സന്ധിക്കാം. വണക്കം, സന്ധിക്കും വരെ.